ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം നവ്യ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കൊച്ചി എടപ്പള്ളി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒബ്രോൺ മോളിലെ ഒരു പ്ലേ സ്റ്റേഷനിലാണ് വന്നേക്കുന്നത്. മോളും മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അഗച്ചീനോ എന്നാണ് മോളെ വിളിക്കുന്നത്. അവർ രണ്ടുപേർക്കും വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫാമിലി ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ വന്നേക്കാണ്. അപ്പോൾ ഇതാണ് ആ ഒരു എൻറ്റയർ ഏരിയ. ഇവിടെ പ്ലേ സ്റ്റേഷൻ കൂടാതെ പാർട്ടി ഹാളും വലിയ ആൾക്കാർക്ക് കളിക്കാനുള്ള എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കണ്ടപ്പോൾ തന്നെ നമുക്കിഷ്ടമായി. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ പാരൻറ്റിൻ്റെ ടാഗാണ് നമുക്ക് തരുന്നത്. ഒരു പാരൻറ്റിനാണ് കൂടെ കയറാൻ പറ്റുന്നത്. 2 പേർക്കും കയറാം, എക്സ്ട്രാ പേ ചെയ്യണം. അപ്പം ഞാൻ അൺഫോർച്ചുനേറ്റ്ലി സോക്സ് ഇട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് ഒരു സോക്സ് വാങ്ങിച്ചു. മോൾക്ക് സോക്സ് ഉണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് 2 പേരും കൂടെ തുള്ളിച്ചാടുന്നതാണ് കേട്ടോ. അഗസ്റ്റീനോ ബേബിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ 2 പേരും കൂടെ തുള്ളിച്ചാടി ഭയങ്കര എൻജോയ് ചെയ്തു. സ്റ്റാർട്ടിങ് അങ്ങ് പോയി, പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലായി. അപ്പോൾ ഞങ്ങൾ 2 മക്കളുടെയും 2 പാരൻസും കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും പറ്റിയ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് എൻ്റർടൈൻഡായി. സോ അവരെ നമുക്ക് ഫ്രീ ആയിട്ട് അയച്ചു വിടാൻ പറ്റും കേട്ടോ. ഒട്ടും പേടിക്കണ്ട, വീഴുമെന്നോ അല്ലെങ്കിൽ റിസ്ക് ആയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിലൊക്കെ ഉപരി നന്നായിട്ട് അവരുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ട്. അവർ എല്ലാവരും കുറേ പല പല ഏരിയാസിലായിട്ട് കുട്ടികളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അവർ എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കുന്നുണ്ട്. അതുതന്നെ നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. നമ്മളും കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ഒരാളല്ലെങ്കിൽ ഒരാൾ കൂടെ നിർത്തിയിട്ട് തന്നെയാണ് നമ്മൾ മാറിപ്പോയത് കേട്ടോ. അല്ലാതെ നിർത്താനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ പിള്ളേരുടെ ഒരു ഇതോർത്തിട്ട് മാത്രമാണ്, അല്ലാതെ അവിടുത്തെ ഒരു പ്രശ്നം കൊണ്ടല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഓടി ചെന്ന് ചാടുന്ന അങ്ങോട്ടേക്കായിരുന്നു. കുട്ടികൾക്ക് മതിയാകാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് നിന്നു. അപ്പോൾ അങ്ങനെ അവരൊന്ന് ടയേർഡായി കഴിഞ്ഞ് അവർ തന്നെ വയ്യാതായപ്പോഴാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. അങ്ങനെ ശരിക്കും എന്തായാലും നല്ലൊരു ഏരിയ ആണ്. മക്കളും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അവർക്ക് മോളുടെ ആ ഒരു ഏജിന്, അതായത് ഈ സമയത്ത് 3 വയസ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. 3 വയസ്സ് 2 വയസ്സും 8 മാസമായിരുന്നു അവൾക്ക്. ഏതായാലും ആ ഒരു ഏജിൽ ഏതായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ ഏജിലും കുട്ടികൾക്ക് എപ്പോഴും കളിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. നല്ല കളർഫുൾ, നല്ല കളർ തീമാണ്. അപ്പോൾ ഏതായാലും അവരെന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നമ്മളും എൻജോയ് ചെയ്തു കേട്ടോ. അവരുടെ സന്തോഷം കണ്ടും എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കും പറ്റിയ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ ഒരുപാട് ഏരിയ ഒന്നും ഇല്ലെങ്കിലും ഉള്ള ഏരിയ അത്യാവശ്യം നല്ലതായിട്ട് തീംഡാണ്, സേഫ് ആൻഡ് സെക്യൂർ ആണ്, നല്ല കളർ കോമ്പിനേഷനാണ്. അതുപോലെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പ്ലേ സ്റ്റേഷൻ തന്നെയാണ്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടൊരു പാർട്ടി ഹാൾ കൂടി വരുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അഡൾട്ട്സിന് പറ്റിയ ഗെയിമിങ് ഏരിയയും അതുപോലെ കിഡ്സ് ആൻഡ് ബേബീസിന് പറ്റിയ ഏരിയയും എല്ലാം ഉണ്ട്. അപ്പോൾ ഏതായാലും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചതാണ് കേട്ടോ. മോളുടെ ഡ്രസ്സിൻ്റെ കളർ തീമും ആ ബോൾസിൻ്റെ കളേഴ്സും ഭയങ്കര സിമിലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് ബ്ലെൻഡായി കിടക്കുമായിരുന്നു കേട്ടോ മോള്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അഗസ്റ്റീനോ ബേബിയുടെ അമ്മ അഞ്ജു ഞാനും നല്ല കൂട്ടാണ് കേട്ടോ. മക്കളെ അച്ഛന്മാരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടെ വലിയ ആൾക്കാർ കളിക്കുന്ന ഗെയിം സെക്ഷനിലേക്ക് പോയി. അങ്ങനെ പാരൻസിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇതെല്ലാം.
അവിടെയും കുറേ നമുക്ക് പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. നല്ല രസമായിരുന്നു. എന്തായാലും നമുക്ക് വെറുതെ കുറച്ച് അതായത് ബിസി ലൈഫിനിടയിൽ കിട്ടുന്ന നല്ല നല്ല കുറച്ച് മൊമെൻറ്റ്സ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സമയമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അടിപൊളിയായിരുന്നു എന്തായാലും. ഇത് വേറൊന്നുമല്ല കേട്ടോ, അവളുടെ നിർബന്ധം കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അവൾ ഇത് നിർത്താൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെയും നമ്മൾ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോഴും അവളെ മുറുകെ പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ തല ഷെയ്ക്ക് ആവുമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തമായിട്ട് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്നതല്ല. അങ്ങനെ എന്തായാലും അവൾക്കും അഗസ്റ്റിനേക്ക് അവിടുന്ന് പോരണമെന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ തന്നെ കുറച്ച് അണച്ചു തുടങ്ങിയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ട് പോകുന്നത് അവിടുന്ന്. ഇഷ്ടപ്പെട്ടോ ജിംബ? അത്ര മതി ഉണ്ണിയാണ് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടോ. ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ അവിടെ നിന്ന് കംപ്ലീറ്റ് അടുക്കി. പിന്നെ പുറത്തിറങ്ങി നമ്മൾ കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നമ്മളും അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ അങ്ങനെ ഒരു ഡേ അവിടെ സ്പെൻഡ് ചെയ്തു. അതേ ഫ്ലോറിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. പിന്നെ നമ്മൾ താഴെ വന്നു. അപ്പോൾ നമുക്ക് ഒരു 3-4 റൗണ്ട്സ് എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾക്ക് 2 പേർക്കും ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ രസമായിരുന്നു കേട്ടോ. എന്തായാലും 2 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മളും ഓൾമോസ്റ്റ് ആ ഡേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.